ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ടെന്ന പരാതി ഉന്നയിച്ച കഴകം ജീവനക്കാരൻ BA ബാലു രാജിവെച്ചു. തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനമെന്നാണ് സൂചന. ഇന്നലെ ദേവസ്വം ഓഫീസിലെത്തിയ ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൊടുത്തു. BA ബാലുവിൻ്റെ രാജി സ്വീകരിച്ചതായി കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി 24നോട് പറഞ്ഞു. കഴകം ജോലിയിൽ KDRB റിക്രൂട്ട് ചെയ്ത ബാലു 2/4/2025 തീയതി വരെ ലീവിലായിരുന്നു. അദ്ദേഹം 1/4/2025 തീയതി ഓഫീസിൽ വന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകം ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല, ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട്. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി KDRBക്കും സർക്കാരിനെയും ഈ വിവരം അറിയിക്കും. അതിനുശേഷം സർക്കാരിൻ്റെയും KDRBയുടെയും നിർദ്ദേശപ്രകാരം ദേവസ്വം പ്രവർത്തിക്കും. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജാതി വിവേചനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പോയ ആഴ്ചകളിൽ. അതിനിടയിലാണ് ബാലു 15 ദിവസത്തെ മെഡിക്കൽ ലീവ് എടുത്തുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്നത്. ബാലു ഈ ലീവ് ഇടയ്ക്ക് നീട്ടിയാണ് അത് 15 ദിവസം ആക്കിയത്. ആ ലീവ് ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും താൻ രാജിവെക്കുകയാണ് എന്നുള്ളതായിരുന്നു ഈ കത്തിൽ ബാലു വിശദീകരിച്ചിരുന്നത്. എന്തായാലും ബാലുവിൻ്റെ രാജി സ്വീകരിച്ചതായി ദേവസ്വം ചെയർമാൻ CK ഗോപി നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അത് സർക്കാരിലേക്കും അതുപോലെ തന്നെ KDRBയിലേക്കും കൈമാറുകയും ചെയ്യും. ആ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട സർക്കാരാണ്. എന്തായാലും രാജി തത്വത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് തന്ത്രി കുടുംബത്തിനെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉയർന്നത്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ജാതി വിവേചനവും പ്രതിഷേധവുമാണ് ഈ ബാലുവിനെ വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതെന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു കത്ത്, അതായത് ഈ ഓഫീസ് ജോലിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു കത്ത് ലഭിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ജാതി വിവേചനം തനിക്ക് നേരിട്ടു എന്ന് മനസ്സിലായതെന്ന് ബാലു പറഞ്ഞിരുന്നു. പക്ഷേ ഒരു പ്രത്യക്ഷമായ അത്തരത്തിലൊരു വിവേചനം നേരിട്ടതായി ബാലു പറയാനും തയ്യാറായിരുന്നില്ല. ഇതോടൊപ്പം തന്നെ ഇതോടുകൂടി ബാലുവിനെ പിന്തുണച്ച് രംഗത്തെത്തിയവർക്കടക്കം ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വിവാദങ്ങളിലേക്ക് താനില്ല, ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകാനില്ല, തന്ത്രി കുടുംബത്തെ വെല്ലുവിളിക്കാനില്ല എന്നൊക്കെ ബാലു നേരത്തെയും വ്യക്തമാക്കിയതാണ്. ഓഫീസ് ജോലികൾക്ക് തന്നെ നിയമിക്കുകയാണെങ്കിൽ ആ ജോലി ചെയ്യാം എന്നുള്ളതായിരുന്നു ബാലു വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ നിയമ തടസ്സങ്ങളുണ്ട് എന്ന് ദേവസ്വം പരസ്യമായി തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബാലു എന്തായാലും രാജിവെച്ചത്. ബാലു രാജിവെച്ചതോടുകൂടി ഈ വിവാദം താൽക്കാലികമായി കെട്ടടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇനിയും ഉണ്ടാകുന്ന ഒരു നിയമനം, അതായത് ബാലു രാജിവെച്ച തസ്തികയിലേക്ക് ഇനി പുനർനിയമനം നടക്കുമ്പോഴാണ് എത്തരത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക എന്ന് കാത്തിരിക്കേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ബാലു ഇതുവരെയും തയ്യാറായിട്ടുമില്ല. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.